Hello, children. Today we are going to learn a new chapter. It's about vehicles. We all love vehicles. We love to travel. For traveling, we need vehicles. So let's learn about the lesson from here to there. As the name suggests, we all know to travel from here to there or to go anywhere in the world, we need a vehicle. So let's learn more about vehicles. We all know vehicle is a mode of transport. If we have to move within our city, we use vehicles such as bicycle, scooter, bike, car, rickshaw and auto. നമ്മൾ സിറ്റിയുടെ അകത്ത് തന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ഏതൊക്കെയാണ്? ബൈസിക്കിൾ, സ്കൂട്ടർ, ബൈക്ക്, കാർ, ഓട്ടോ ഇതൊക്കെയാണ് അല്ലേ നമ്മൾ യൂസ് ചെയ്യാം. ഒരു സിറ്റിയുടെ അകത്ത്, സിറ്റി ലിമിറ്റ്സ് അതിൻ്റെ അകത്ത് യാത്ര ചെയ്യാൻ ഈ വണ്ടികളൊക്കെ ധാരാളമാണ്. നമ്മൾ ബസ്സിലും ഒക്കെ യാത്ര ചെയ്യും. But if we have to move from one city to another, നമുക്ക് ഒരു സിറ്റിയിൽ നിന്ന് വേറൊരു സിറ്റിയിലേക്ക് പോകണമെങ്കിൽ നമ്മൾക്കറിയാം ഡിസ്റ്റൻസ് കൂടുന്നല്ലേ. ആ ഡിസ്റ്റൻസ് കൂടുന്തോറും നമ്മൾ യൂസ് ചെയ്യുന്ന വണ്ടികളും മാറും. വി മേ ഗോ ബൈ ട്രെയിൻ ഓർ ബൈ കാർ ഓർ ബൈ ബസ്. ഡിസ്റ്റൻസ് കൂടുന്തോറും വിൽ നെവർ ട്രാവൽ ബൈ ബൈസിക്കിൾ ഓർ സ്കൂട്ടർ ഓർ ബൈക്ക്. നമ്മൾ ട്രെയിന്, കാറ്, ബസ്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുക ട്രാവൽ ചെയ്യാനായിട്ട്. Suppose if we have to travel from one country to another, ഒരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക്, ഒരു രാജ്യത്ത് നിന്ന് വേറൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമുക്ക് ട്രെയിനും കാറും ബസ്സും ഒന്നും പോരാ അല്ലേ. വി നീഡ് ഷിപ്പ് ഓർ എയ്റോപ്ലെയിൻ. നമ്മൾ ഒന്നില്ലെങ്കിൽ വാട്ടർ ട്രാൻസ്പോർട്ട്, ദാറ്റ് ഇസ് ഷിപ്പ്, ഓർ ബൈ എയർ ട്രാൻസ്പോർട്ട്, എയ്റോപ്ലെയിൻ. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക. So let's see what is ട്രാൻസ്പോർട്ടേഷൻ. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് നമുക്ക് നോക്കാം. മൂവ്മെന്റ് ഓഫ് ഹ്യൂമൻ, ആനിമൽ ആൻഡ് ഗുഡ്സ് ഫ്രം വൺ പ്ലേസ് ടു അനദർ ഇസ് കോൾഡ് ട്രാൻസ്പോർട്ടേഷൻ. അതായത് ഈ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരായാലും മൃഗങ്ങളായാലും സാധനങ്ങളായാലും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയാം. നമ്മൾ വണ്ടികൾ യൂസ് ചെയ്യുമ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ മോർ ഈസി ആൻഡ് കൺവീനിയൻ്റ് ആവാണ്. നമുക്ക് കുറച്ചും കൂടിയും ഈ യാത്രകൾ എളുപ്പമാവാണ്. എന്തുള്ളപ്പോൾ? വണ്ടികളുള്ളപ്പോൾ. സോ നമുക്ക് വെഹിക്കിൾസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൂൺ. നമുക്കൊരു എന്താ പറയുക, ഒരു വരദാനം പോലെയാണ് അല്ലേ. നമുക്ക് യാത്രകളെല്ലാം ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ യാത്ര ചെയ്യാനായിട്ട് നമുക്ക് ഈ വണ്ടികളുള്ളതിൻ്റെ സൗകര്യമാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് ഓരോ സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മൾ എത്രത്തോളം നമ്മൾ നടന്നു പോവും? പണ്ടൊക്കെ ആൾക്കാർ നടന്നു പോവാറുണ്ട്, ശരിയാണ്. പക്ഷെ അവർക്ക് ഈ വണ്ടിയൊക്കെ കണ്ടുപിടിക്കാൻ കാരണം എന്താണ്? ഈ യാത്രകൾ അവർക്ക് ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോൾ, ഈ കാൽനട യാത്രകൾ ബുദ്ധിമുട്ടായി തുടങ്ങിയപ്പോഴാണ് ഈ വണ്ടി എന്ന സങ്കല്പവും അല്ലെങ്കിൽ വണ്ടികൾ ആവശ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു ഇതിലേക്കൊക്കെ പോവാനായിട്ട് കാരണം. Now let's see why fuel is important. എന്തുകൊണ്ടാണ് ഇന്ധനം നമുക്ക് ഈ വണ്ടികൾക്ക് അത്യാവശ്യമായി വരുന്നതെന്ന് നമുക്കറിയാം. സം വെഹിക്കിൾസ് ആർ റൺ ബൈ ഹ്യൂമൻ ബീങ്സ്. മനുഷ്യർ തന്നെയാണ് ചില വണ്ടികളൊക്കെ ഓടിക്കുക. സൈക്കിൾ, റിക്ഷ, ഇതെല്ലാം മനുഷ്യർ തന്നെയാണ് ഓടിക്കുക. ദർ ആർ സർട്ടൻ വെഹിക്കിൾസ് വിച്ച് ആർ റൺ ബൈ ആനിമൽസ്. ആനിമൽസിനെ ഉപയോഗിച്ചിട്ട് ഓടിക്കുന്ന വണ്ടികളുണ്ട്. ബുല്ലോ കാർട്ട്, ക്യാമൽ കാർട്ട്, ഇതെല്ലാം നമ്മൾ ഈ മൃഗങ്ങളുടെ സഹായത്തോടെയാണ് ഇതൊക്കെ യൂസ് ചെയ്യുക. കുതിരവണ്ടി, ഇതൊക്കെ നമ്മൾ ഇറ്റ് ഈസ് ഡ്രിവൺ ബൈ ആനിമൽസ്. ബട്ട് ഇഫ് എ കാർ, ട്രെയിൻ, truck, bike, ship or aeroplane have to move, they need fuel. ഈ തരം വണ്ടികൾ, അതായത് ബൈക്ക്, കാറ്, ട്രെയിൻ, ഷിപ്പ്, എയ്റോപ്ലെയിൻ, ഈ വണ്ടികൾക്ക് ഓടാനായിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇന്ധനം അവർക്ക് അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ ഈ വണ്ടികൾ മൂവ് ചെയ്യുള്ളൂ. So fuel is a material which helps the vehicles to move. ഈ ഫ്യൂൽ എന്ന് പറയുന്നത് എന്താണ്? ഈ വണ്ടികൾക്ക് സുഖമായിട്ട് മൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതിനെയാണ് നമ്മൾ ഇന്ധനം എന്ന് പറയുന്നത്. So let's see which are the different types of fuels. എന്തൊക്കെ തരം ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യണതെന്ന് നമുക്ക് നോക്കാം.
ആസ് വി ഓൾ നോ അബൌട്ട് പെട്രോൾ ആൻഡ് ഡീസൽ. നമ്മുടെ വീട്ടിൽ വണ്ടിയും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പെട്രോളോ ഡീസലോ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ പെട്രോൾ സ്റ്റേഷനിലൊക്കെ കയറി പെട്രോളും ഡീസലൊക്കെ അടിക്കും അല്ലേ. സോ വി നോ ടു റൺ എ ബസ്, കാർ, ട്രക്ക്, ഷിപ്പ്, എയ്റോപ്ലെയിൻ വി നീഡ് പെട്രോൾ ആൻഡ് ഡീസൽ. പെട്രോളും ഡീസൽ ഉണ്ടെങ്കിലൊക്കെ വണ്ടി ഓടിക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൂടാതെ ഈ പെട്രോളും ഡീസലിൽ ഓടുന്ന വണ്ടികൾ കൂടാതെ CNG സപ്പോർട്ടഡ് വെഹിക്കിൾസ് ഉണ്ട്. CNG പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. നമ്മൾ വീട്ടിൽ കുക്കിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഇല്ലേ, അതേപോലെ ഒരു ഗ്യാസ് തന്നെ, നാച്ചുറൽ ഗ്യാസ് യൂസ് ചെയ്തിട്ടും നമുക്ക് വണ്ടികൾ ഓടിക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ CNGയിൽ ഓടുന്ന ഓട്ടോറിക്ഷയും കാറും ബസ്സൊക്കെ നമുക്ക് ധാരാളം കാണാം. പിന്നെ ഇത് കൂടാതെ CNGയിലും പെട്രോളിലും ഡീസലും കൂടാതെ പിന്നെ ഓടുന്ന ഒരു വണ്ടികൾ എന്താണ്, ഫ്യൂവലാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി നമ്മുടെ മൊബൈലൊക്കെ റീചാർജ് ചെയ്യില്ലേ, നമ്മൾ പ്ലഗിൽ കുത്തി ബാറ്ററി ചാർജ് അപ്പ് ചെയ്യില്ലേ, ഇതേപോലെ തന്നെ വണ്ടികളിലെ ബാറ്ററി നമുക്ക് ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫുൾ ചാർജ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇത്ര ദൂരം വരെ നമുക്ക് ആ വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർജ് കഴിയുമ്പോൾ ഇതേപോലെ കുറച്ച് നേരം കുത്തിയിടണം. ഇങ്ങനെ ഓടുന്ന വണ്ടികളുണ്ട്. കാറുണ്ട്, സ്കൂട്ടർ ഉണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട്, അതേപോലെ മെട്രോ ട്രെയിൻ, ഇതെല്ലാം നമ്മൾ ഇതേപോലെ ഇലക്ട്രിസിറ്റിയിൽ ഓടുന്നതാണ്. Now, എയർ പൊല്യൂഷൻ. ഈ ഫ്യൂവലും എയർ പൊല്യൂഷനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. If fuel-driven vehicles are always bad for the environment because they emit a lot of smoke which pollutes the air. അതായത് നമ്മുടെ ഈ ഫ്യൂൽ ഡ്രിവൻ വെഹിക്കിൾസ്, അതായത് പെട്രോളും ഡീസലും ഒക്കെ കത്തിച്ചിട്ട് നമ്മൾ ഈ വണ്ടി ഓടുമ്പോൾ അതിന് പുറത്തേക്ക് തള്ളുന്ന ഈ ഇതുണ്ടല്ലേ, ആ എയർ, ആ സ്മോക്കില്ലേ, ആ സ്മോക്ക് വന്നിട്ട് ആ പുക ഈ എയറിനെ, അതിൻ്റെ ആ ഒരു ഫ്രഷ് എയറിനെ, അതിൻ്റെ ക്വാളിറ്റീനെ അത് ഇതാക്കും, അത് പൊല്യൂട്ട് ചെയ്യും. ആ എയർ നമ്മൾ പിന്നെ ശ്വസിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതകളുണ്ട്. സോ എപ്പോഴും ഈ ഫ്യൂവൽ ബേസ്ഡ് വെഹിക്കിൾസ് കൂടുതൽ കാണുക സിറ്റീസിലാണ് അല്ലേ. അത് വില്ലേജസിനെ അപേക്ഷിച്ച് സിറ്റീസിലാണ് കൂടുതൽ കാണുക. അതുകൊണ്ട് സിറ്റീസിൽ എയർ പൊല്യൂഷൻ ഭയങ്കര കൂടുതലാണ്. നമുക്കറിയാം ഡൽഹി പോലെയുള്ള സിറ്റീസിലൊക്കെ ഭയങ്കര എയർ പൊല്യൂഷനാണ്. ഈ പൊല്യൂഷൻ കാരണം അവിടുത്തെ ആ ഒരു നമ്മുടെ ആ എയർ പോലും നമുക്ക് ശ്വസിക്കാനും എല്ലാം ബുദ്ധിമുട്ടാണ്. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഓർമ്മശക്തിനെയും ഒക്കെ ഈ എയർ പൊല്യൂഷൻ എഫക്റ്റ് ചെയ്യും. സോ എപ്പോഴും ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് വി യൂസ് എ ബൈസിക്കിൾ ഓർ വാക്ക് ഇഫ് വി ഹാവ് ടു ഗോ ടു എ നിയർ ബൈ പ്ലേസ്. നമുക്കൊക്കെ ഒരു ശീലമാണ് അല്ലേ, നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്കൊരു ശീലം. അപ്പം അടുത്തൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, വീട്ടിൽ കുറേ വണ്ടികളാണ് ഇക്കാലത്ത്. പണ്ട് ഒരു വണ്ടിയാണ് ഒരു വീട്ടിൽ കണ്ടിരുന്നത് വെച്ചാൽ ഇപ്പം 3-4 വണ്ടിയാണ്. അപ്പോൾ ഒരു ചെറിയ സ്ഥലത്തേക്ക് ഒരു പാല് മേടിക്കാനോ എന്തെങ്കിലും പോകുമ്പോൾ കൂടി നമ്മൾ കാറൊക്കെ എടുത്തിട്ടേ പോകുള്ളൂ. ഒരാൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മൾ കാർ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത്രയും ആ പുക പുറത്തേക്ക് തള്ളി ആ വണ്ടി ഓടുമ്പോഴുള്ള ആ ഫ്യൂവൽ കൺസപ്ഷനിൽ ഈ പുറത്തേക്ക് തള്ളുന്ന ഈ പുക എന്ത് ചെയ്യും, എയറിനെയൊക്കെ പൊട്ടയാക്കും. അപ്പം അത് ശ്വസിച്ച് ആൾക്കാർക്ക് കൂടുതൽ അസുഖങ്ങൾ വരാനായിട്ട് സാധ്യതയുണ്ട്. So, fuel-driven vehicles always are bad for the environment. So, always try to walk or use bicycle to go to nearby places. ഇനി നമ്മൾ വണ്ടികളെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള സ്പെഷ്യൽ വെഹിക്കിൾസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഒരു രോഗിക്ക് ഒരു ആശുപത്രിയിലേക്ക് എത്താനായിട്ട് എത്രയും എളുപ്പം നമുക്ക് എത്തിക്കാൻ പറ്റുന്ന വെഹിക്കിളാണ് ആംബുലൻസ്. ആംബുലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം പേഷ്യൻറ്റിനെ എത്തിക്കാനായിട്ട് പറ്റും. അതിൻ്റെ ശബ്ദം കേട്ടാൽ തന്നെ മറ്റു വണ്ടികളെല്ലാം ഒതുങ്ങി കൊടുക്കും അല്ലേ. അതേപോലെ തന്നെ ഫയർ എൻജിൻസ്, അതായത് നമുക്ക് എവിടെയെങ്കിലും ഒരു തീപിടുത്തോ എന്തെങ്കിലും ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ വേഗം ഫയർ സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടി വന്ന് വേഗം വെള്ളമൊക്കെ അടിച്ച്, അതേപോലെ ആൾക്കാരെ ഹൈറ്റ് ഇതായിട്ടുള്ള വല്ല സ്ഥലത്ത് പെട്ട് കിടക്കണമെങ്കിൽ അവരെ രക്ഷിക്കാനും ഈ ഫയർമാൻ ഒക്കെ വരും അല്ലേ. സോ അത് ഇറ്റ് ഈസ് അനദർ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ വെഹിക്കിൾസ്. പിന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ട്രാക്ടേഴ്സ്. ഇപ്പോൾ ഫാമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു വെഹിക്കിളാണ് ഈ വണ്ടി. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് പാടം ഒക്കെ നല്ലോണം ഈ നിലം ഇത് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഈ ട്രാക്ടേഴ്സ് യൂസ് ചെയ്യാം. അതേപോലെ മെയിൽ വണ്ടികൾ കണ്ടിട്ടോ, അതായത് ഈ ലെറ്റേഴ്സൊക്കെ, ഈ പോസ്റ്റൽ ലെറ്റേഴ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ എത്തിക്കുക. ഇതേപോലെ പണ്ടൊക്കെ മെയിൽ വണ്ടികൾ എന്ന് പറയും, ഇപ്പോഴുണ്ട് മെയിൽ വണ്ടി. ഈ പോസ്റ്റൽ വെഹിക്കിൾസ് വന്നിട്ടാണ് അതിലാണ് ഈ സാധനങ്ങളെല്ലാം, അതായത് കത്തുകളും പാർസലുകളും ഒക്കെ എത്തിക്കുക. പിന്നെ കണ്ടിട്ടുള്ള ഒരു സ്പെഷ്യൽ വെഹിക്കിളാണ് പോലീസ്
ജീപ്പ് അല്ലെങ്കിൽ വാൻ അല്ലേ, അവരുടെ പോലീസ് വെഹിക്കിൾ, അതും ഇത്ര നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇതാണ്. നമുക്ക് പല അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വേഗം നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വണ്ടി വേഗം വന്ന് നമുക്ക് സഹായങ്ങളൊക്കെ ചെയ്തു തരും അല്ലേ. സോ ഇതൊക്കെ ഈ വണ്ടികളെ കുറിച്ച് നമ്മൾ പല ഇത് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സ്പെഷ്യൽ വെഹിക്കിൾസും നമ്മൾ പഠിക്കാനുണ്ട് അല്ലേ. സോ ടേൺ ഓഫ് യുവർ എൻജിൻ. നമുക്കറിയാം ചിലരിങ്ങനെ വണ്ടിയുടെ എൻജിനൊക്കെ ഇങ്ങനെ ഓൺ ചെയ്തിടും അല്ലേ. ഈ വണ്ടിയുടെ എൻജിനൊക്കെ ഇങ്ങനെ ഓൺ ചെയ്തിടുമ്പോൾ എന്താ ഉണ്ടാവുക, ഈ അതിൽ നിന്നുള്ള സ്മോക്ക് പുറത്തേക്ക് ഇങ്ങനെ തള്ളി വന്നു കഴിഞ്ഞാൽ ആ പുകയൊക്കെ നമ്മുടെ ഈ എയറിനെയൊക്കെ കേടാക്കും അല്ലേ. അപ്പോൾ പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് ആൾക്കാർക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. സോ ഓൾവേസ് റിമെമ്പർ ടു ടേൺ ഓഫ് യുവർ എൻജിൻ ആൻഡ് ഹാവ് എ ക്ലിയർ എയർ സോൺ. നല്ല ഫ്രഷ് എയറൊക്കെ ശ്വസിക്കാനായിട്ട് നല്ലൊരു ഇതുണ്ടാവാനായിട്ട് നമുക്ക് എപ്പോഴും നമ്മൾ വണ്ടി ഓഫ് ചെയ്യാനായിട്ട്, എൻജിൻ ഓഫ് ചെയ്യാനായിട്ട് ഓർക്കുക. അങ്ങനെ ആരെങ്കിലും എൻജിൻ ഓൺ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി to tell them to turn it off. With this, thank you children. This is Prasita ma'am. Bye bye children. Have a good day.